ദ ഹിന്ദു ദിനപത്രത്തിലെ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ മലപ്പുറം പരാമർശം ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ച PR ഏജൻസിയെ തള്ളിപ്പറയാതെ CPIM. PR ഏജൻസിയുടെ ഇടപെടലിൽ ദുരൂഹതയില്ല എന്നാണ് CPIM വിലയിരുത്തൽ. കേസെടുക്കണമെന്ന വാശി എന്തിനെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ ചോദിച്ചു. വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി CPIM കേന്ദ്ര നേതൃത്വം രംഗത്തെത്തി. വന്നത് തെറ്റാണെന്ന് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവസാനിച്ചു. മുഖ്യമന്ത്രിയെ സംശയനിലയിൽ നിർത്തിയ അഭിമുഖ വിവാദത്തിൽ മലപ്പുറം ഭാഗം എഴുതി ചേർത്തവർക്കെതിരെ നടപടിയെടുക്കേണ്ടേ എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണിത്. CPM സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി. PR ഏജൻസി രേഖാമൂലം എഴുതിത്തന്ന ഭാഗമെന്ന് ദ ഹിന്ദു വ്യക്തമാക്കിയിരുന്നു. CPM നേതാവിന്റെ മകൻ TD സുബ്രഹ്മണ്യമാണ് അഭിമുഖത്തിന് വേണ്ടി സമീപിച്ചതെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. പക്ഷേ വിവാദ ഭാഗം ആര് നൽകിയെന്നതിൽ അന്വേഷണമില്ല. മുൻ SFI നേതാവ് കൂടിയായ TD സുബ്രഹ്മണ്യം തന്നെയാണ് വിവാദ ഭാഗം ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചതെന്ന സംശയം ബലപ്പെടുകയാണ്. എന്നാൽ അതിൽ ദുരുദ്ദേശമില്ലെന്നാണ് CPM വിലയിരുത്തുന്നത്. മുഖ്യമന്ത്രിയുടെ പേരിൽ വിഭജന നീക്കത്തിന് ശ്രമമുണ്ടായിട്ടും നടപടിയില്ലെന്ന ചോദ്യത്തിന് LDF കൺവീനറുടെ മറുപടി ഇങ്ങനെ: മുഖ്യമന്ത്രി പരാമർശം നടത്താത്ത ഒരു വിഷയം വന്നത് അതിനെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഹിന്ദു പത്രം തന്നെ സ്റ്റേറ്റ്മെന്റ് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മേലെ ഒരു നിലപാട് സ്വീകരിക്കേണ്ട പ്രശ്നമുണ്ട്. PR ഏജൻസി വിവാദത്തിൽ CPM കേന്ദ്ര നേതൃത്വവും മുഖ്യമന്ത്രിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. സർക്കാരിന് കേസൻ PR ഏജൻസിയുമായി ബന്ധമില്ലെന്നാണ് വിശദീകരണം. അതേസമയം PR വിവാദത്തിൽ ഇന്നലെ ചേർന്ന CPM സംസ്ഥാന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. മലപ്പുറം പരാമർശമുണ്ടാക്കിയ ഡാമേജിന്റെ ഉത്തരവാദിത്തം ആർക്കെന്നും ഹിന്ദുവിന്റെ വിശദീകരണം കൂടുതൽ ക്ഷതമുണ്ടാക്കിയില്ലേ എന്നുമായിരുന്നു ഉയർന്ന ചോദ്യങ്ങൾ. 24 തിരുവനന്തപുരം.